തൊടുപുഴ നഗരസഭയ്ക്ക് സമീപം കുമ്മങ്കലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലാകുന്നത്. ഈ കേസിൽ 2ാം പ്രതിയാണ് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. സനീഷ് ജോർജാണ് പണം നൽകാൻ നിർദ്ദേശിച്ചതെന്നാണ് മൊഴി. ഈ കേസിൽ വിജിലൻസ് ചോദ്യം ചെയ്യാനിരിക്കെയാണ് സനീഷ് ജോർജിന്റെ രാജി CPM ആവശ്യപ്പെട്ടത്. നഗരസഭാ ചെയർമാൻ രാജിസന്നദ്ധത അറിയിച്ചതായും CPM വ്യക്തമാക്കി. ഇന്ന് രാജി എന്ന് CPM പറയുമ്പോഴും എപ്പോൾ രാജി എന്ന കാര്യത്തിൽ സനീഷ് ജോർജ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം നഗരസഭയിൽ നടന്ന മറ്റ് ഇടപാടുകളും അന്വേഷിക്കണം എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ആ നഗരസഭയിൽ വന്നുകൊണ്ടിരുന്ന നിരവധി ആളുകൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓരോരുത്തരായി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തന്നെയല്ല, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുള്ള കേസുകളുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും BJP തയ്യാറെടുക്കുന്നു. AE കൈക്കൂലിക്കാരനാണ്, AE അഴിമതിക്കാരനാണ്, അയാൾക്ക് പൈസ കൊണ്ട് കൊടുത്തേരെ എന്നാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് പറയാനേ പാടില്ലാത്ത ആളാണ്. ഇതുകൊണ്ടൊന്നും അയാൾ രാജിവെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടി സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അയാളുടെ മുമ്പിൽ ഇനി ഒരു കൗൺസിലിൽ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കോൺഗ്രസ് വിമതനായി മത്സരിച്ചു വിജയിച്ച സനീഷ് ജോർജ് LDF പിന്തുണയോടെയാണ് നഗരസഭാ ചെയർമാനായത്. നിലവിൽ 34 അംഗങ്ങളുള്ള നഗരസഭയിൽ സനീഷ് ജോർജ് അടക്കം 14 പേരാണ് ഇടതുമുന്നണിക്കൊപ്പമുള്ളത്. 8 പേർ BJP അംഗങ്ങളാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.